നമസ്കാരം. പുസ്തകപ്രേമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ എഴുത്തുകാരിയുടെ നോവലാണ്. പുസ്തകത്തിൻ്റെ പേര് ചുബറോസ. ഈ പേരാണ് എൻ്റെ ശ്രദ്ധ ആദ്യം ആകർഷിച്ചത്. ഇത് എഴുതിയിരിക്കുന്നത് രശ്മി അനുരാജാണ്. മനോരമ ഹോർത്തൂസിൻ്റെ സ്പെഷ്യൽ എഡിഷനായിട്ടാണ് ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് 290 രൂപയാണ് മനോരമ ബുക്സിൻ്റെ ഈ ഒരു നോവലിന് വില. എന്താണ് ചുബറോസ എന്നായിരിക്കും ആദ്യം നമുക്ക് തോന്നുന്ന ഒരു സംശയം. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ നോവൽ വായിക്കുക തന്നെ വേണം. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയ ഒരു കോവിഡ് കാലം, ആ കാലഘട്ടത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു നോവലാണിത്. കോവിഡിൻ്റെ ഒരു കാലം ഇതിൽ വന്നു പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പല കഥാപാത്രങ്ങളുടെയും ജീവിതങ്ങളും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വ്യത്യസ്തമായ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവരെടുക്കുന്ന ചില തീരുമാനങ്ങളും, അങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒരു നോവലാണ് ചുബറോസ. ഞാനപ്പോൾ അതിലൊരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ചാർവങ്കി അസ്വസ്ഥതയോടെ നീരവിൻ്റെ നമ്പറിലേക്ക് വീണ്ടും ഡയൽ ചെയ്തു. ക്ലോക്കിൽ സമയം 3 മണി കാണിച്ചു. എത്ര നേരമായി ശ്രമിക്കുന്നു, ഇതുവരെയും പ്രതികരണമൊന്നുമില്ല. ഇപ്പോഴാവട്ടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. നീരവ്, നീ എവിടെയാണ്? ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പന്തലിൽ പാചകക്കാർ കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുകയാണ്. അന്തരീക്ഷം സദ്യവട്ടങ്ങളുടെ സമ്മിശ്രഗന്ധത്താൽ മുഖരിതം. അവൾ വീണ്ടും മൊബൈൽ കയ്യിലെടുത്തു. പ്രതിശ്രുതവരൻ രാഹുലിൻ്റെ വാട്സാപ്പ് മെസ്സേജ് വന്നു കിടക്കുന്നുണ്ട്. അയാൾക്ക് മറുപടി കൊടുക്കണോ? പാവം ചെറുപ്പക്കാരൻ വിവാഹ സ്വപ്നങ്ങളുമായി സുഖമായി ഉറങ്ങുകയാവും. ഈ രാത്രി പുലരുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസത്തിലേക്കാണെന്നറിയാതെ. ബാഗിൽ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും എടുത്തു വെച്ചു. അത്യാവശ്യത്തിനുള്ള പണവും. വിവാഹാവശ്യത്തിന് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അലമാരയിലിരിക്കുന്നുണ്ട്. പക്ഷേ അത് അവൾ മനഃപൂർവ്വം ഒഴിവാക്കി. ഈ രാത്രി അവസാനിക്കുകയാണ്. ഇനി സമയം നഷ്ടപ്പെടുത്താനില്ല. തിരക്ക് പിടിച്ച് പുറത്തേക്ക് നടന്നെങ്കിലും അച്ഛൻ്റെ മുറിയുടെ മുൻപിലെത്തിയപ്പോൾ കാലുകളുടെ വേഗം കുറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ശരിതെറ്റുകൾ തമ്മിലുള്ള വടംവലി അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. ഇതാണോ തൻ്റെ അവസാന തീരുമാനം? അവൾ ഒന്നുകൂടി ആലോചിച്ചു. ഏതാനും ചുവടുകൾക്കപ്പുറം ഈശ്വരമംഗലം തനിക്ക് അന്യമാവുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല. അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ പടി കടന്ന് പുറത്തേക്ക് നടക്കാവൂ. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സന്ദർഭങ്ങളും നിമിഷങ്ങളുടെ ഇടവേളയിൽ മനസ്സിലൂടെ കടന്നുപോയി. ആശയക്കുഴപ്പമകന്ന് ആ മുഖത്ത് പ്രകാശം തെളിഞ്ഞു. ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന പെയ്ഡ് ടാക്സിയിൽ കയറുന്നതിനിടെ അവസാനമായി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. വിവാഹത്തലേന്നത്തെ ബഹളം അവസാനിപ്പിച്ച് ആ വീട് ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. അതൊരു ഭീകരമായ ശാന്തതയാണ് എന്നവൾ ഓർത്തു. വധു ഒളിച്ചോടിയെന്ന വിവരം കുറച്ചു മണിക്കൂറുകൾക്കകം എല്ലാവരും അറിയും. അതിനുശേഷം എന്നെങ്കിലും ഈ വീട് ഇത്ര ശാന്തമായി ഉറങ്ങുമോ? ഒരു ദീർഘനിശ്വാസത്തോടെ സീറ്റിൽ ചാരിക്കിടന്നു. ഇരുട്ടിനെ തുളച്ചുമാറ്റി ടാക്സി അവളെയും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. നോവൽ വായിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് ചുബറോസ. രശ്മി അനുരാജിൻ്റെ ആദ്യ നോവൽ എന്ന നിലയിൽ കുറച്ചുകൂടി കൂടുതൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണിതെന്ന് കരുതുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായം. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായനയിൽ ഉൾപ്പെടുത്താൻ ഈ പുസ്തകത്തെയും പരിഗണിക്കാവുന്നതാണ്. സുഖകരമായി വായിച്ചു പോകാവുന്ന ലളിതമായ ഭാഷയിലുള്ള ഒരു നോവലാണിത്. എന്നാൽ പോലും നമുക്ക് പരിചിതമല്ലാത്ത ചില കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും എല്ലാം ഇതിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഞാനിത് വായിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു. മറ്റൊരു പുസ്തകവുമായി പുസ്തകപ്രേമി വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.